കോട്ടയം ചിങ്ങവനത്ത് അശ്രദ്ധമായി കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയ ദമ്പതികൾ കസ്റ്റഡിയിൽ. കായംകുളം സ്വദേശി അരുൺ, ഭാര്യ ധനുഷ എന്നിവരാണ് പിടിയിലായത്. കഞ്ചാവ് ലഹരിയിലായിരുന്നു ദമ്പതികളെന്ന് സംശയം. MC റോഡ് മുതൽ ചിങ്ങവനം വരെയായിരുന്നു അപകടകരമായ യാത്ര. आप कौन है सर? ഷിനോജ് എസ് വിവരങ്ങളുമായുണ്ട്. ഷിനോജ്, ഇവർ ഈ അപകടകരമായി നടത്തിയ യാത്ര എപ്പോഴാണ്? എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു കാർ യാത്ര ഉണ്ടാകുന്നത്. കായംകുളം സ്വദേശിയായ അരുണും ഭാര്യ ധനുഷയുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. MC റോഡിൽ കോട്ടയം മറിയപ്പള്ളി മുതൽ ചിങ്ങമനം വരെയായിരുന്നു ഈ അപകടകരമായ ഡ്രൈവിംഗ് ഉണ്ടായത്. ഇവർ വളരെ വേഗതയിൽ മറ്റു വാഹനങ്ങളെയൊക്കെ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷമാണ് മുന്നോട്ട് പോയത്. നാട്ടുകാരൊക്കെ ചേർന്ന് പലതവണ തടയാൻ നോക്കിയെങ്കിലും ശ്രമം നടന്നില്ല. പിന്നെയാണ് ഈ മറിയപ്പള്ളി കഴിഞ്ഞതിന് ശേഷം നാട്ടുകാർ തന്നെ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്ന സ്ഥിതിക്ക് പോലീസ് സ്റ്റേഷന്റെ സമീപത്തായിട്ട് ഒരു ക്രെയിൻ അറേഞ്ച് ചെയ്തിട്ട് ക്രെയിൻ റോഡിന് കുറുകെ ഇട്ടിട്ടായിരുന്നു ഇവർ ഈ വാഹനം തടയാൻ കഴിഞ്ഞത്. തുടർന്ന് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസിന് ഇവരുടെ ഈ കാറിനുള്ളിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവ് അതുപോലെ തന്നെ സ്വർണവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇവർ കഞ്ചാവ് ലഹരിയിലായിരുന്നോ എന്ന് സംശയം പോലീസിനുണ്ട്. കാരണം ഇവർ ഇത്തരത്തിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിനെ തുടർന്ന് കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണോ ഇത്തരത്തിൽ വാഹനം ഓടിച്ചതെന്നൊരു സംശയം പോലീസിനുണ്ട്. എന്തായാലും ഇരുവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വൈദ്യപരിശോധന ഫലം ലഭിച്ചാൽ മാത്രമേ കഞ്ചാവ് ലഹരി ഉപയോഗിച്ചിട്ടാണോ, കഞ്ചാവോ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ഈ ദമ്പതികൾ ഇത്തരത്തിൽ വാഹനം ഓടിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ കായംകുളം സ്വദേശിയായ അരുണും അതുപോലെ തന്നെ കർണാടക സ്വദേശിയായ ഭാര്യ ധനുഷയുമാണ് ചിങ്ങവനം പോലീസിന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു തെറിപ്പിച്ച ശേഷമാണ് കാറ് ക്രെയിൻ കുറുകെ ഇട്ടുകൊണ്ട് പോലീസ് ഈ വാഹനത്തെ കസ്റ്റഡിയെടുക്കാൻ പോലും കഴിഞ്ഞത്. നാട്ടുകാരൊക്കെ പലതവണ നിർത്താൻ ശ്രമം നടത്തി, പിന്നാലെ പോയി. പക്ഷേ വളരെ അമിത വേഗതയിലായിരുന്നു ഈ വാഹനം മുന്നോട്ട് പോയത്. ഒടുവിൽ പോലീസ് ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ വാഹനത്തെ തടയാൻ പോലും കഴിഞ്ഞത്. അപകടകരമായ രീതിയിൽ കാർ ഓടിച്ച ദമ്പതികൾ ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ച് പോലീസിന് ഈ വാഹനം നിർത്തിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ് ഷിനോജ് വിവരങ്ങൾ നൽകിയത്.